വരയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വരച്ചിരിക്കുന്നത് പഞ്ചമുഖ ഹനുമാൻ്റെ രൂപമാണ്. 5 മുഖങ്ങൾ 5 ദിശകളിലേക്ക് നോക്കുന്ന വിധത്തിലാണിത്. ഹനുമാൻ, ഹയഗ്രീവൻ, നരസിംഹം, ഗരുഡൻ, വരാഹം എന്നീ മുഖങ്ങളാണുള്ളത്. അഹിരാവണനെ വധിക്കുവാനായി ഹനുമാൻ പഞ്ചമുഖങ്ങൾ സ്വീകരിച്ചതായി പറയപ്പെടുന്നു. കിഴക്ക് തിരിഞ്ഞതായി ഹനുമാൻ്റെ മുഖവും, തെക്ക് തിരിഞ്ഞതായി നരസിംഹത്തിൻ്റെ മുഖവും, പടിഞ്ഞാറേക്ക് തിരിഞ്ഞതായി ഗരുഡമുഖവും, വടക്കോട്ട് തിരിഞ്ഞതായി വരാഹമുഖവും, മുകളിലേക്ക് തിരിഞ്ഞതായി ഹയഗ്രീവമുഖവുമാണ് ഈ പഞ്ചമുഖങ്ങൾ. എന്നാൽ മ്യൂറൽ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ നടുക്ക് ഹനുമാൻ്റെ മുഖവും ഇരുവശങ്ങളിലായി 2 മുഖങ്ങളും വരയ്ക്കാം. രാമരാവണ യുദ്ധത്തിൽ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു. രാവണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അഹിരാവണൻ രാമലക്ഷ്മണന്മാരെ പാതാളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. രാമലക്ഷ്മണന്മാരെ മഹാമായയ്ക്ക് ബലി നൽകുകയായിരുന്നു ഉദ്ദേശ്യം. രാവണൻ്റെ സഹോദരനായ അഹിരാവണൻ ശത്രുപക്ഷം ചേർന്ന മറ്റൊരു സഹോദരനായ വിഭീഷണനായി വേഷം മാറി വന്നാണ് ഇത് ചെയ്തത്. അഗസ്ത്യമുനി ഇത് മനസ്സിലാക്കി ഹനുമാനെ അറിയിച്ചു. ഹനുമാൻ അപ്പോൾ തന്നെ പാതാളത്തിലേക്ക് തിരിച്ചു. അഹിരാവണനെ വധിക്കുക നിസ്സാരമായിരുന്നില്ല. 5 ദിശകളിലായി തെളിയുന്ന ദീപങ്ങളിലായി അഹിരാവണൻ തൻ്റെ ജീവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇവ 5ഉം ഒരേ സമയം ഊതിക്കെടുത്തിയാലേ അഹിരാവണനെ വധിക്കാനാവൂ. ഇത് മനസ്സിലാക്കിയ ഹനുമാൻ പഞ്ചമുഖിയായി ദീപങ്ങൾ ഊതിക്കെടുത്തി രാമലക്ഷ്മണന്മാരെ രക്ഷിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഭക്തൻ ഭഗവാനെ രക്ഷിച്ചു. കുംഭകോണത്തും ബോംബെയിലും തിരുവള്ളൂരും പോണ്ടിച്ചേരിയിലും ഹൈദരാബാദിലും പഞ്ചമുഖ ഹനുമാന് ക്ഷേത്രങ്ങളുണ്ട്. തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള നാഷണൽ മ്യൂസിയത്തിൽ പഞ്ചമുഖ ശിവൻ്റെ വിഗ്രഹമുണ്ട്. 16ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ഈ ശിവവിഗ്രഹത്തിൽ 4 ദിശകളിലേക്കുള്ള മുഖങ്ങളും ഈ 4 ശിരസ്സുകൾക്ക് മീതെയായി 5ാമതൊരു മുഖവുമാണുള്ളത്. മഹാരാഷ്ട്രയിലെ ഷിർദിയിലുള്ള പഞ്ചമുഖി ഹനുമാൻ്റെ പ്രതിമയിലെ മുഖങ്ങൾ ഈ രീതിയിലാണുള്ളത്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.